ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനെയും ചന്ദ്രനെയാണ്. അങ്ങനെ സുധി പറയാണ്, നമ്മൾ രക്ഷപ്പെട്ട അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എവിടെ രക്ഷപ്പെട്ടു, എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. ദേ സച്ചി എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിന്നെ ഈ വീടിന് ചുറ്റിനും ഇട്ട് ഓടിച്ച് അടിച്ച് നിന്നെ ഉണ്ടല്ലോ ഇല്ലാതാക്കും. അവൻ്റെ ഭാര്യയുടെ സ്വർണം മാറ്റിയത് നീയാണെന്ന് തെളിവ് സഹിതം അവൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ തീർന്നു മോനെ, തീർന്നു. നിന്റെ കഥയെ അവൻ കഴിക്കും സുധി. ഇത് കേട്ടോ നമ്മുടെ സുധി, അയ്യോ അമ്മേ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ശ്രുതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും? അവളുടെ വക വേറെയും കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, നീ എത്രയും പെട്ടെന്ന് സ്വർണം മേടിച്ച് അവിടെ വെച്ചോ, ഇല്ലെങ്കിൽ പണി കിട്ടും. അയ്യോ അതിന് എവിടെ നിന്ന് അമ്മ എൻ്റെ കയ്യിൽ ക്യാഷ്? എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, കടയിലാണെങ്കിൽ സെയിൽ കുറവാണ്. അതിൽ പുറകിലാണെങ്കിലുണ്ടല്ലോ ദേ എല്ലാത്തിനും കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. ശ്രുതിയെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യേ, എവിടെന്നെങ്കിലും പണം സംഘടിപ്പിച്ച് സ്വർണം മേടിച്ച് വെക്ക്. ഇല്ലെങ്കിൽ നിനക്കും എനിക്കും പ്രശ്നം തന്നെയാ ശ്രുതി. സച്ചി പുറകെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അവന് സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഇത്ര പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് നമ്മുടെ ചന്ദ്ര അങ്ങ് ഇറങ്ങിപ്പോയി. അയ്യോ സുധിയുടെ കഥ തീർന്നില്ല. സുധിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ആ കട്ടിലേലും മിണുങ്ങസ്യാന്ന് പറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സച്ചിനെ രേവതിനെയാണ്. സച്ചി രേവതിയും കാറയിലിരിക്കുക. അങ്ങനെ നമ്മുടെ സച്ചി പറയുക, സുധി പഠിച്ച കള്ളനാ, അവൻ അങ്ങനെയൊന്നും പിടിത്തരത്തില്ല. അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും സച്ചി ഏട്ടാ? സുധിക്ക് പിന്നിലെ അമ്മയുണ്ട്, അത് ഉറപ്പാണ്. സുധി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യം പോലും വിട്ടു പറയാത്ത ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, ഭാമ ആൻറ്റി. ഓ ഭാമ ആൻറ്റി, ആ അതേന്നേ ഭാമ ആൻറ്റി അറിയും. നമ്മുടെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടായ ഭാമ ആൻറ്റിയോട് പറഞ്ഞിരിക്കും. അല്ല എന്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് ഉറപ്പാ. നമുക്ക് ഭാമ ആൻറ്റീനെ കണ്ടിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിയാലോ? അപ്പം പ്രശ്നമില്ലല്ലോ. അല്ല നമ്മൾ ചോദിച്ചാൽ അമ്മ പറഞ്ഞ രഹസ്യം ഭാമ ആൻറ്റി പറയുന്നത് എന്താ ഇത്ര ഉറപ്പിരിക്കുന്നത്? പറയൂ സച്ചേട്ടാ. തന്ത്രപൂർവ്വം സംസാരിച്ച് പറയിപ്പിക്കണം. അവരുടെ മനസ്സിനുള്ള രഹസ്യം ഉണ്ടല്ലോ അത് നമ്മൾ പുറത്തെടുപ്പിക്കണം. അതാ വേണ്ടത്. അമ്മയുടെ ഫ്രണ്ടാണെങ്കിലും ബായ്ക്കാണെങ്കിലും എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഭാമയാൻറ്റിക്ക്. തന്ത്രപൂർവ്വം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ ഭാമയാൻറ്റി തുറന്ന് പറയും. അത് ഉറപ്പാ രേവതി. അവരെ ഇപ്പം വീട്ടിൽ കാണും. നമുക്കൊന്ന് ചെന്ന് കണ്ടാലോ, ഒന്ന് ചോദിച്ചാലോ? എന്നാൽ പിന്നെ ചേട്ടാ നമുക്ക് പോയി ചോദിക്കാം, കാണാം. അങ്ങനെ നേരെ ഭാമയുടെ അടുത്തേക്ക് വിടുകയാണ്. അങ്ങനെ ഭാമയുടെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ ബെല്ലടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈച്ചയാണ്. അപ്പം ഈച്ചയോട് ചോദിക്കുകയാണ് സച്ചി, എന്താടാ ഈച്ച നീ ഇപ്പം വിളിച്ചത്? അത് പിന്നെ ഒരു കാര്യമുണ്ട്. ദേ ഇപ്പം നീയെ ഒന്ന് മര്യാദയ്ക്കിരിക്കുക. ഞാൻ ഭാമയാൻറ്റിയുടെ വീട്ടിലാണ് വന്നത്. ഭാമയാൻറ്റിയോട് പറയാത്ത കാര്യങ്ങളൊന്നും എൻ്റെ അമ്മയ്ക്കില്ല. അതുകൊണ്ട് അവരെ കൊണ്ടുണ്ടല്ലോ ഭാമയാൻറ്റീനെ കൊണ്ട് തന്ത്രപൂർവ്വം പറയിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് ഞാൻ ഏതായാലും അകത്തേക്ക് കയറി പോവുക. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയാണ് വെളിയിൽ വന്നില്ല, അമ്മ അറിഞ്ഞ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതായാലും പോയി അകത്ത് പോയി കാര്യം ചോദിക്കട്ടെ. രേവതിയാണെങ്കിൽ കാറിലിരിക്കുക. ശരി നീ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് ഓഫാക്കി കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി ഫോണിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വെക്കാം. എന്നാൽ പിന്നെ പറയുന്നതൊക്കെ മനസ്സിലാവുമല്ലോ. ഈ സംസാരം മൊത്തം റെക്കോർഡ് ചെയ്തെടുക്കണം. ഇന്ന് സത്യം കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് വരികയാണ് സച്ചി. അങ്ങനെ ഹോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ ഭാമ വാതിൽ തുറന്നു. ആഹാ നീ എന്താണ് ഇവിടെ? അത് പിന്നെ എനിക്കെന്താ ഇവിടെ വന്നൂടെ? വന്നൂടെന്ന് ഞാൻ പറയുമോ? കയറിയിരിക്കുക, ബാ 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 ബാബാ ഇത് കയറിയിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി കയറിയിരുന്നു. സച്ചി കയറി ഇരുന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ഒരു ട്രിപ്പ് വന്നതാ. ഏതായാലും ഇവിടെ വരെ വന്നപ്പോൾ ഇവിടെ വന്ന് കയറി പോവാതെ പോകുന്നത് സുഖമാണോ? അല്ലല്ലോ. ഇതേ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, ഇന്നാ ഇത് എടുത്തോ. അയ്യോ ഇതിനൊന്നും ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. ഇതെന്താ സച്ചി ഇത് ഈ ഫോർമാലിറ്റീസ് പോലെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അതൊന്നും സാരമില്ല. അല്ല അന്ന് ബർത്ത്ഡേക്ക് വന്നപ്പോഴത്തേക്കും ആൻറ്റി ഭക്ഷണം കഴിച്ചിട്ടാണോ തിരിച്ചു പോകുന്നത്? അയ്യേ ഞാൻ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു വരുമോ? നീ സംസാരിച്ചില്ലെങ്കിൽ എന്താ, എന്നോട് രേവതി സംസാരിച്ചിരുന്നു, അവിടെയുള്ള എല്ലാവരും സംസാരിച്ചിരുന്നു. അച്ഛമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ അച്ഛമ്മയുടെ ഗിഫ്റ്റ് നിങ്ങൾ സ്വന്തമാക്കിയില്ലേ? സമ്മതിച്ചു തന്നിരിക്കുന്നു, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഓട്ടക്കണ്ണട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ഭാമേനെ. എന്നിട്ട് പറഞ്ഞു, അതെ
ഞാൻ അച്ചമ്മയ്ക്ക് വേറെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അത് കൊടുക്കാൻ പറ്റിയില്ല. സ്വർണത്തിൻ്റെ ഒരു ചെയിൻ രേവതിയുടെ ആഭരണങ്ങളൊക്കെ വിറ്റ് മേടിക്കാമെന്നാണ് കരുതിയത്. അതെങ്ങനെ വെക്കാൻ പറ്റും? അത് ഗോൾഡ് കവറിങ് ആഭരണമല്ലേ, അതെങ്ങനെ വെക്കും? ഗോൾഡ് കവറിങ്ങോ? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഭാമ അങ്ങോട്ട് വല്ലാണ്ടാവുന്നത്, അറിയാതെ വായി അങ്ങ് വീണും പോയി. അപ്പം നമ്മുടെ രേവതിയല്ല സച്ചി പറഞ്ഞു, അത് പിന്നെ അതെങ്ങനെ ആൻറ്റിക്കറിയാം? അത് വീട്ടിൽ നടന്ന പ്രശ്നം, അത് വിളിച്ച് എന്നോട് ചന്ദ്ര പറഞ്ഞു, അങ്ങനെ അറിയാം. ഓ, അപ്പം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആൻറ്റിക്ക് അറിയാം അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഏതായാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കും അല്ലേ? സംസാരിക്കും സച്ചി, സംസാരിക്കും, എല്ലാ കാര്യവും സംസാരിക്കാറുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും സംസാരിക്കും, ഞങ്ങൾ സുഹൃത്തുക്കളല്ലേ. എങ്കിൽ പിന്നെ ഈ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാണ് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിട്ട് മാറിയത്? അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? അത് തനിയെ മാറില്ലല്ലോ, അത് മാറ്റിയതല്ലേ. അതാരാ മാറ്റിയത്? അതാരാ മാറ്റിയതെന്ന് ചോദിച്ചാൽ പറ ഭാമയാൻറ്റി. അല്ല, ആരോ മാറ്റിയെന്നാണല്ലോ പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതെങ്ങനെ മാറ്റി, ആര് മാറ്റി എന്നൊക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ശരിയാ. അല്ല, അതിനെക്കുറിച്ച് അമ്മ ആൻറ്റിയോട് വല്ലതും പറഞ്ഞിരുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ, ഇവൻ അതറിയാൻ വേണ്ടി വന്നതാണല്ലേ, പേരും കള്ളാ. എൻ്റെ വായിന്ന് വീഴുന്നത് കേൾക്കാനല്ലേ നീ ഇരിക്കുന്നത്? പറയില്ലടാ, ഒരിക്കലും പറയില്ല എന്ന് മനസ്സിൽ. അപ്പോൾ നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല കാര്യം പറ, എന്താ സംഭവിച്ചത്? അല്ല, ആരാ അത് മാറ്റിയത്? അത് പിന്നെ രേവതിയുടെ വീട്ടുകാരല്ലേ മാറ്റിയത്, അങ്ങനെ എന്നോട് ചന്ദ്ര പറഞ്ഞത്. അയ്യോ മറന്നു, അടുക്കത്ത് കറിയുണ്ട്, ഞാൻ പോയി കറി എടുക്കട്ടെ. കറിയൊക്കെ അവിടെ ഇരുന്ന് തിളച്ചോളും, ആൻറ്റി അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയാണെങ്കിൽ ഇവൻ എന്നെ വീടില്ലെന്നാ തോന്നുന്നത് പറയാതെ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക. ഇപ്പോൾ സച്ചി പറഞ്ഞു, അല്ല സ്വർണ്ണം എങ്ങനെയാണ് മാറ്റിയത്, ആരാ മാറ്റിയതെന്നൊക്കെ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം, ആൻറ്റിയോട് അമ്മ പറഞ്ഞിട്ടുമുണ്ട്. പ്ലീസ് ഞാൻ ആരോടും പറയത്തില്ല, എന്നോട് മാത്രം പറയാം ആൻറ്റി, പ്ലീസ് ആൻറ്റി, പ്ലീസ് 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 ഒന്ന് പറയാം ആൻറ്റി, ഒന്ന് പറ പ്ലീസ് ആൻറ്റി. നല്ല തങ്കം പോലത്തെ മനസ്സാണ് ആൻറ്റിക്ക്, അതുകൊണ്ട് തന്നെ ആൻറ്റീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ എൻ്റെ അമ്മേനേക്കാളും സൗന്ദര്യം ആൻറ്റിക്ക് കൂടുതൽ. പിന്നെ എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ആൻറ്റീനെ കാണുന്നത്, എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ സ്ഥാനത്തൊന്നുമല്ല. ആൻറ്റി സ്വന്തം മോനെ പോലെയല്ലേ എന്നെ കരുതുന്നത്, അതെനിക്കറിയാം. എൻ്റെ മോൻ എന്നെ തിരിഞ്ഞു നോക്കാറില്ല സച്ചി, നിങ്ങളെയൊക്കെ ഞാൻ മക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. അത് ഞാൻ രേവതിയോടും പറഞ്ഞിരുന്നു, ചെറിയ പ്രായം മുതലേ ഭാമ ആൻറ്റിക്ക് എന്നെ വളരെ ഇഷ്ടമാണെന്ന്. എന്നെ എടുത്തോണ്ടൊക്കെ നടക്കാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ച് തരാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്കിഷ്ടമാണ്. അമ്മ എന്നെ വഴക്ക് പറയുമ്പം അമ്മേനെ വഴക്ക് പറയുന്നത് ആൻറ്റി ആയിരുന്നു. എനിക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ആൻറ്റി ചെയ്തിരുന്നത്, എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം. അതെന്തിനാ മോനെ ഇപ്പം പറയുന്നത്? അല്ല, രേവതിയുടെ സ്വർണം എന്ത് ചെയ്തു, അതൊന്ന് പറയാം ആൻറ്റി, പ്ലീസ് ആൻറ്റി, എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആൻറ്റി എന്നോടൊന്ന് പറയാം, എന്നെ ഒത്തിരി ഇഷ്ടമല്ല ആൻറ്റി, പ്ലീസ് ആൻറ്റി. അതെ, നിങ്ങളുടെ സ്വർണം കിട്ടും, അത് ഉറപ്പാ. അതെങ്ങനെ കിട്ടാൻ ആൻറ്റി? അതാരോ എടുത്തെന്ന് മാത്രം, അതാരോ എടുത്തോണ്ട് പോയി, അതാരാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അതാരാ എടുത്തത് പ്ലീസ് പറ. അത് പിന്നെ ചന്ദ്രയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രയുടെ ഫോൺ കോൾ വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമതയെ ചന്ദ്രയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട്, ഹലോ ചന്ദ്രേ, എന്താടി? നിന്റെ മോൻ വീട്ടിൽ വന്നിട്ടുണ്ട്. സുധിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുധിയല്ല, സച്ചി. അവൻ എന്നാത്തിനാ വന്നതെന്ന് ചോദിച്ചാൽ അവന് വേറെ ഒന്നിനുമല്ല, അവന് ഇവിടെ അടുത്തൊരു ഓട്ടോ അങ്ങോട്ട് വന്നതാ. എന്താടി ചന്ദ്രേ നീ വിളിച്ചത്? അത് പിന്നെ വെറുതെയാന്ന് ചന്ദ്ര. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഭാമ, അയ്യോ അടുപ്പത്തെ കറി ഇനി എന്തിനുള്ള സച്ചി, എനിക്ക് ജോലിയുണ്ട്, നീ പൊക്കോ, സ്വർണ്ണം എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല, പ്ലീസ് സച്ചി പോ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി പറയാൻ തുടങ്ങിയതായിരുന്നു, അപ്പോഴത്തേക്കും ആ തള്ളയുടെ ഫോൺ വിളി കോപ്പ് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ, നല്ല സമയത്താണ് ചന്ദ്ര വിളിച്ചത്, ഇല്ലായിരുന്നെങ്കിൽ മൊത്തം കാര്യങ്ങളും ഞാൻ അവനോട് പറഞ്ഞേനെ. രക്ഷപ്പെട്ടു, എൻ്റെ ദൈവമേ നന്നായി എൻ്റെ പൊന്നു ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പിന്നെ നമ്മുടെ സച്ചിനെ കാണിക്കുന്നത് സച്ചി രേവതി. അങ്ങനെ സച്ചി രേവതിയോട് പറയുക, ഞാൻ കഷ്ടപ്പെട്ട് ചോദിച്ച് വന്നതാ മനസ്സിലാക്കി. അപ്പോഴത്തേക്കുമാണ് എൻ്റെ അമ്മ വണ്ടാരക്കാലത്ത് കറക്റ്റ് സമയത്ത് ഭാമയാൻറ്റീനെ വിളിച്ചത്. മിക്കവാറും നമ്മളോടൊന്നും പറയരുതെന്ന് അമ്മ പറഞ്ഞു കാണും, അതുകൊണ്ടാണ് ഭാമയാൻറ്റി ഒന്നും പറയാത്തത്. നമ്മൾ ഭാമയാൻറ്റിയുടെ വീട്ടിൽ ചെന്നത് എങ്ങനെയെങ്കിലും അമ്മ അറിഞ്ഞു കാണും. അതെങ്ങനെയാണ് അമ്മ അറിയുന്നത്? നമ്മൾ ഇവിടേക്ക് വരുന്ന കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയും? അല്ല, സ്വർണം മാറ്റിയത് അമ്മയെ സുധിയും കയറിയ
സുധിയും ചേർന്ന അത് നമുക്ക് ഉറപ്പിക്കാം. അല്ല അതങ്ങനെ പറയാന്നല്ലാതെ അതിനുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ സച്ചേട്ടാ. തെളിവ് കിട്ടിയേനെ, പക്ഷേ ഭാമിയാൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ താമസിച്ചു പോയി. കുറച്ചും കൂടെ നേരത്തെ ചെല്ലുമായിരുന്നെങ്കിൽ ചിലപ്പം കിട്ടിയേനെ. ഓ സച്ചേട്ടൻ ആ കാര്യം വീട്. സച്ചേട്ടൻ എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള പേടി എനിക്കുണ്ട്. പിന്നെ എനിക്ക് എന്ത് സംഭവിക്കാനാ? അല്ല എൻ്റെ പൊന്നു സച്ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കരുത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകും. അതെങ്ങനെയാടി മനസ്സിൽ നിന്ന് ഇതൊക്കെ എടുത്ത് മാറ്റി കളയാൻ പറ്റുന്നത്? ആരാ അത് ചെയ്തതെന്ന് തെളിയിച്ചേ പറ്റൂ. അതെനിക്ക് അറിയണം. അപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ഫോൺ കോൾ നമ്മുടെ സച്ചിക്ക് വരുന്നത്. അങ്ങനെ സച്ചി ഫോണിൽ നോക്കിയപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു ആരാ വിളിക്കുന്നത്? അപ്പം പറഞ്ഞു മഹേഷാണ് വിളിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ എടുത്ത് സംസാരിക്കുക. ഞാൻ അവനെ പിന്നെ വിളിച്ചോളാം. അല്ല എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് വിളിക്കുന്നതെങ്കിലോ? എൻ്റെ പൊന്ന് സച്ചേട്ടാ ഒന്ന് ഫോൺ എടുക്കുക. ഏതായാലും രേവതി പറഞ്ഞ പ്രകാരം ഫോൺ എടുത്തിട്ട് എന്താടാന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞു നമ്മുടെ ഈ ഒരു സ്ഥാപനമില്ലേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കടയുണ്ട്. അവിടെ കുറഞ്ഞ വിലയ്ക്ക് ഫ്രിഡ്ജ് കിട്ടും. അതുകൊണ്ട് എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം, നീ ഒന്ന് വരുമോ എന്ന്. അപ്പോഴത്തേക്ക് സച്ചേട്ടൻ പറഞ്ഞു എനിക്കിപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു എന്താ സച്ചേട്ടാ ചെല്ല് സച്ചേട്ടാ ആ ഫോണിങ് തന്നെയെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് മഹേഷേട്ടനൊന്ന് വെയിറ്റ് ചെയ്യുക, ഇപ്പം വരും കേട്ടോ സച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഫോണും പിടിച്ച് കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു എന്താ സച്ചേട്ടാ അത് കൂട്ടുകാരനൊരു കാര്യത്തിന് വിളിക്കുമ്പോൾ സച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ല്, അദ്ദേഹത്തിന് ഫ്രിഡ്ജ് ഒന്ന് നോക്കി മേടിക്കാൻ പറ്റത്തില്ല, അറിയില്ല എന്നൊക്കെ സച്ചേട്ടനല്ലേ പറഞ്ഞത്. അതുകൊണ്ട് സച്ചേട്ടൻ തന്നെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. അത് പിന്നെ ഞാനിപ്പോൾ അങ്ങനെ ഒരു മൂഡിലല്ല രേവതി. എന്തിനാ എപ്പോഴും ഇങ്ങനെ അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സച്ചേട്ടൻ ഇപ്പം നേരെ വണ്ണം ജോലി പോലും ചെയ്യുന്നില്ല. അതൊക്കെ വിട്, അതൊന്നും വേണ്ട. തൽക്കാലം അതൊക്കെ അങ്ങ് മറക്ക് സച്ചേട്ടാ. അങ്ങോട്ടേക്ക് ചെല്ല്. മഹേഷ് ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്വർണം മേടിച്ചത് മാറ്റിയത് അവരാണെന്ന് തെളിയിക്കണ്ടേ? ഓ കള്ളം മേഘം പോലെയാ, കുറച്ച് സമയം മാത്രമേ അതിനെ ഇങ്ങനെ മറയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. കുറച്ച് നേരം മാത്രമേ അവർക്കും ഇത് മറച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. സത്യം ഒരു നാൾ പുറത്ത് വരില്ലേ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഓ പിന്നെ മിക്കവാറും എൻ്റെ അച്ഛന് ഇത്രയും വലിയ ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഞാൻ അന്വേഷിക്കും, ഇറങ്ങിത്തിരിക്കും, കണ്ടെത്തും, അത് ഉറപ്പാ. ഓ ശരി ഇപ്പം സച്ചേട്ടൻ ചെല്ല്. മഹേഷ് ഏട്ടൻ്റെ കാര്യമെങ്കിലും ഒന്ന് നടക്കട്ടെ, ഇപ്പം ചെല്ല് പ്ലീസ്. ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ പറയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് വേറൊരു ആളെയാട്ടോ കാണിക്കുന്നത്, ഒരു കടക്കാരന്. അപ്പോഴത്തേക്ക് അയാൾ ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും മഹേഷും കൂടെ ചെല്ലുകയാണ് അയാളുടെ അടുത്തേക്ക് ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു പന്തികേടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മഹേഷും സച്ചിയും കൂടെ ഫ്രിഡ്ജ് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹേഷിന് ഒരു ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളോട് ചോദിച്ചു ഇതിന് എന്ത് വില വരുന്നു. അപ്പോഴത്തേക്കും ആ വില പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹേഷും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പാക്ക് ചെയ്ത് വെക്കാം, ഏതായാലും നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് സച്ചി ആ മുതലാളിയോട് ചോദിച്ചു അല്ല ഇവിടെ നല്ല വിലക്കുറവുണ്ടല്ലോ. അപ്പോൾ എല്ലാ സാധനത്തിനും വിലക്കുറവുണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്താണ് അവിടെ പോലീസ് വരുന്നത് കേട്ടോ. അങ്ങനെ പോലീസ് വന്ന ഉടനെ തന്നെ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പുറകിൽ അവിടെ നിന്നൊരു സ്റ്റാഫ് വരുന്നുണ്ട്. അങ്ങനെ ഈ കടക്കാരൻ ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴത്തേക്ക് പോലീസ് അവിടെ വന്ന് എന്ത് ചെയ്യുന്നു, ഇയാളെ പിടിച്ച് തൂക്കിയെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇയാൾ പറയുന്നുണ്ട് അയ്യോ എന്നെ തല്ലല്ലേ സാറേ, എന്നെ രക്ഷിക്ക് സാറേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളുകളെ പറ്റിച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വിൽക്കുകയാണല്ലേ, നിന്നെ തല്ലരുതെന്നോ, നിന്നെ തല്ലിക്കൊന്ന് ലോക്കപ്പിൽ അടയ്ക്കുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ അയാൾ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ എന്നെ വിട്. അയാൾ രക്ഷപ്പെട്ടു പോയി, അയാളെ പോയി പിടിക്കാൻ പറയുമോ സ്റ്റാഫിനെ. അപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു, അല്ല പോലീസുകാരൻ പറഞ്ഞു പിന്നെ അയാൾ പോട്ടെ, പക്ഷേ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിനെ മഹേഷിനെ പിടിച്ച് വണ്ടി കയറ്റാൻ വേണ്ടി പോലീസുകാരന്മാർ പറയാണ്. അപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു ഞങ്ങൾ എന്തിനാ വന്ന് വണ്ടി കയറേണ്ടത്? ഞങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് ഫ്രിഡ്ജ് മേടിക്കാൻ വന്നതല്ലേ, അപ്പം ഞങ്ങൾ എങ്ങനെയാണ് കുറ്റക്കാരാവുന്നത്? അത് ഇവരാളുകളെ പറ്റിച്ച ഈ ഫ്രിഡ്ജ് ഇവിടെ കൊണ്ടുവന്നൊക്കെ വെക്കുന്നത്, അപ്പം നിങ്ങളും കുറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ മഹേഷിനെ സഹിതം പോലീസുകാർ പിടിച്ച് വണ്ടി കയറ്റുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു പോലീസുകാരോടല്ല SIയോട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ, പ്ലീസ് സാർ ഞങ്ങളെ വിട് സാർ, എനിക്ക് അറിയില്ലൊന്നും, ഞാനും മഹേഷും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇവർ അറിയത്ത് പോലുമില്ല, ഞങ്ങൾ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി മാത്രം ചെന്നതാ. ഓ ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വെറുതെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അയ്യോ ആരോടെങ്കിലും ചോദിച്ച് നോക്ക്, ഞങ്ങൾ വെറും നിരപരാധികളാ. അതൊക്കെ നമുക്ക് തെളിയിക്കാം, ആദ്യം പോയി ലോക്കപ്പിൽ കയറുക, അത് കഴിഞ്ഞ് പിന്നെ തെളിയിക്കാന്ന്. അങ്ങനെ സച്ചിനെയും മഹേഷിനെയും പിടിച്ച് ലോക്കപ്പിൽ ഇടാണ് കേട്ടോ പോലീസുകാർ. പറ്റിയ പണിയെ നമ്മുടെ രേവതി പറഞ്ഞിട്ടാണ് പാവം സച്ചി സത്യം പറഞ്ഞിട്ടുണ്ട് മഹേഷിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതും. അങ്ങനെ
എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി നമ്മുടെ സച്ചി മഹേഷും. അങ്ങനെ നമ്മുടെ സച്ചിനെ ലോക്കപ്പിലകത്ത് ഇട്ടു കേട്ടോ. മറ്റേ അയാളെയും കൂട്ടിയാണ് ലോക്കപ്പിന് അകത്തിട്ടത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ നല്ല കച്ചവടവും നടന്നു, അതുകൊണ്ട് നല്ല ക്യാഷും കിട്ടി, അപ്പോൾ എനിക്ക് പേടിക്കാനൊന്നുമില്ല. നാണമില്ലോടെ തനിക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ? തട്ടിപ്പ് തട്ടിപ്പ് തട്ടിപ്പ്, നിന്നെയൊക്കെ ലോക്കപ്പിലല്ലടാ കൊണ്ടുവരേണ്ടത്, അങ്ങ് സെൻട്രൽ ജയിലിൽ കൊണ്ടുവരണം, മറ്റുള്ളവരുടെ വയറ്റത്തടിച്ചിട്ട് നീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നമ്മുടെ സച്ചി ദേഷ്യം വന്നിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മഹേഷ് പറഞ്ഞു, എൻ്റെ പൊന്ന് സച്ചി ഒന്ന് നീ മിണ്ടാതിരിക്കുക. അപ്പോഴത്തേക്കും ആ മുതലാളി പറയുകയാണ്, ആ കടയിലെ മുതലാളി, അതായത് ആ കള്ളം പറയുകയാണ്, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ സംഘത്തിൽ പെട്ടതാണെന്ന് ഞാൻ പോലീസുകാരോട് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അപ്പോൾ മഹേഷ് വീണ്ടും സച്ചി അയാളെ കൈ വെക്കാൻ തുടങ്ങിയപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കും, ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് പറയണം. അപ്പോൾ അയാൾ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി കുനിപ്പം തന്നെയാണ്. കുനിപ്പം എന്ന് പറഞ്ഞാൽ വൻപൻ കുനിപ്പം തന്നെയാണ്. അയാൾക്കൊരു പേടിയോ ഒരിതോ ഒന്നുമില്ല, കാരണം അയാൾക്കിത് സ്ഥിരം അങ്ങാണ്ടാണ് കേട്ടോ, അയാൾ സ്ഥിരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ SIയോട് പറയണേ, എന്നെ ഒന്ന് വിട് സാറേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്, തെറ്റ് ചെയ്യാതെ എന്തിനാ സാറേ ഞങ്ങൾ ഇവിടെ പിടിച്ചിട്ടേക്കുന്നത്, പ്ലീസ് സാറേ ഞങ്ങളൊന്ന് വിട് സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് വേറൊരാളും കൂടെ വരികയാണ്. ഒരാൾ വന്നിട്ട് വന്ന് പറയുകയാണ്, അതെ ഞാനാ ഷോപ്പിൻ്റെ ഓണർ, അതെ നിങ്ങൾ അന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് പോയ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, അതെ ഞാൻ നോക്കി, എൻ്റെ ഒരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ഈ സമയത്ത് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അയാൾ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി മഹേഷിനോട് പറഞ്ഞു, ദേ കുറേ കടകളിൽ നിന്ന് ഇവർ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അത് ഉറപ്പായ കാര്യമാണെന്ന്. അങ്ങനെ സച്ചി അങ്ങനെ കുത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ സെൻട്രൽ ജയിലിൽ നിന്നല്ല, ലോക്കപ്പിൽ. അപ്പോൾ ഈ ഒരിടയ്ക്ക് നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പോയല്ലോ, അതും ഈ സ്ഥലത്തേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അയാൾ ചോദിക്കുകയാണ് കേട്ടോ പോലീസുകാരനോട്, അതെ ഒരു ചായ കിട്ടുമെന്ന്. അപ്പോഴത്തേക്കും പോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറ് ഒരു ചായയല്ലേ ഞാൻ ചോദിച്ചത്, അതിനിപ്പോൾ സാറിനകത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കണം. ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ സുധിയും അവിടെ വരുന്നത് കേട്ടോ. അപ്പം സുധി അവിടെ വന്നിട്ട് നമസ്കാരം സാറിന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുധി സുധിയല്ല സച്ചി, സുധിയോ, ഇതെന്നത്തിന് ഇവനിവിടെ എന്ന് ചിന്തിക്കുകയാണ്. അപ്പം വേറെ ഒന്നിനുമല്ല നമ്മുടെ സുധി വരുന്നത്, കാരണമുണ്ടല്ലോ, നമ്മുടെ സുധിയുടെ കടയിൽ നിന്നും ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ പോയല്ലോ, ആ ഒരു സാധനങ്ങൾ ഇവർ തന്നെയാണ് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. കാരണം ഇവരാണ് നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് കുറച്ച് കള്ളപ്പണമൊക്കെ കൊടുത്തിട്ട് കള്ളനോട്ടൊക്കെ കൊടുത്തിട്ട് സാധനം മുക്കിയത്. ആ കള്ളനോട്ടും ആ പ്രശ്നവും പരിഹരിക്കാനാണല്ലോ ആ പറഞ്ഞ ആ സ്വർണ്ണമെല്ലാം കൂടെ വിറ്റ് നമ്മുടെ രേവതിയുടെ സ്വർണത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി മുക്കുപണ്ടം വെച്ചത്. അപ്പോൾ അതൊക്കെ തെളിയാൻ പോവുകയാണേ.